കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ പാകിസ്ഥാന്റെ പേരുകൾ ഇപ്പോഴും പാകിസ്ഥാൻ മുക്ക് അല്ലെങ്കിൽ ജിന്ന മുക്ക് ഈ പാൽഗാമിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലപ്പേരുകൾ മാറ്റണമെന്നൊരു ആവശ്യം കേരളത്തിൽ ഉയർന്നത്. എന്ത് നോക്കുമ്പോൾ അതിലൊരു വർഗീയത മലയാളം ശത്രുരാഷ്ട്രത്തിന്റെ പേരാ ശത്രുരാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അത് ഉള്ളതിനെ ഇല്ലാണ്ടാക്കാൻ പോകുന്നത് ഞാൻ ചോദിക്കുന്നത്. സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു ഈ വിഷം മാത്രമേ ഉള്ളൂ. ആ വിഷം എന്ന് പറയുന്നത് എങ്ങനെ സംഘർഷം ഉണ്ടാക്കാം, ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാം. ഇതാണ് നിങ്ങളുടെ മുഖമുദ്ര. ബിജെപിയും ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനകീയമായ ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യത്ത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നതിന്റെ വിഷം ഉറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ ഈ പറയുന്ന ഭീകരാക്രമണത്തെ ഉപയോഗിക്കുകയാണ്. ഭീകരാക്രമണത്തെ അത് ശക്തിയായിട്ട് എതിർക്കണം. എന്നാൽ അതിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള വർഗീയ ഭീകരവാദ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല, ജനം ഉൾപ്പെടെ. അതല്ല, അതൊക്കെ എത്രയോ വർഷക്കാലം കഴിഞ്ഞുപോയ കാര്യം സംബന്ധിച്ച് ഇപ്പോഴും അതിന്റെ മേലെ നേരത്തെ ബാബറി മസ്ജിദ് തകർത്തത് പോലെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ പുറപ്പെടേണ്ടെന്ന് എന്റെ അഭിപ്രായം. കേരളത്തിൽ പ്രത്യേകിച്ചും വേണ്ട, അത് കേരളത്തിൽ നടക്കും ചെയ്യാം. ചൈനയിൽ പാകിസ്ഥാൻ പേരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ ഞാൻ ചോദിക്കുന്നത്? ഇല്ല. പിന്നെ എന്തിനാണ് ചോദ്യം? ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കാൻ പാടില്ല ഞങ്ങളോട് പറഞ്ഞില്ലേ?